കണ്ണൂർ കോർപ്പറേഷനിൽ ചേലോറയിലെ ഖരമാലിന്യം നീക്കം ചെയ്യുന്ന കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ 1.77 കോടി രൂപയുടെ അഴിമതിയാണ് CAGയുടെ റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്നത്. കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ 18ാമത് അജണ്ടയായി കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലെ ലെഗസി വേസ്റ്റ് നീക്കം ചെയ്യൽ പ്രവൃത്തിയുടെ കരാറുകാരനായ മെസ്സേഴ്സ് റോയൽ വെസ്റ്റേൺ പ്രൊജക്റ്റ് തുടങ്ങിയ ആ കമ്പനിയുടെ കൺസോർഷ്യത്തിൻ്റെ പേരുകൾ പറയുന്നുണ്ട്. എന്നിവർക്കെതിരെ കരാർ വ്യവസ്ഥകൾ ലംഘനം ചെയ്തതിൽ നിയമ നടപടി സ്വീകരിക്കാവുന്നതാണ് എന്ന വിഷയം ബഹുമാനപ്പെട്ട കൗൺസിലിൻ്റെ പരിഗണനക്കായി സമർപ്പിക്കുന്നു. ഇതാണ് കഴിഞ്ഞ ദിവസം നടന്ന കൗൺസിൽ യോഗത്തിലെ അജണ്ട. ഈ അജണ്ട അവർ ഡെഫർ ചെയ്യുകയാണ് ചെയ്തത്. അത് ദുരൂഹമാണ്. മുൻ മേയറുടെ കാലത്താണ് ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ, ഖരമാലിന്യം നീക്കം ചെയ്യാനുള്ള കരാറ് ഒപ്പിട്ടത്. കരാറിൽ അഥവാ ടെൻഡറിൽ പങ്കെടുത്ത കമ്പനികൾ ജന ആധാർ സേവ, ഭവിസനസ്ത, റോയൽ വെസ്റ്റേൺ പ്രൊജക്റ്റ്, മഹീന്ദ്ര അസോസിയേറ്റ്സ് എന്നീ 3 കമ്പനികൾ ചേർന്നിട്ടുള്ള കൺസോർഷ്യമാണ്. ടെൻഡർ കണ്ടീഷനിൽ പറയുന്ന ഒരു കാര്യം, 3 വർഷത്തെ പ്രവൃത്തി പരിചയം വേണമെന്നുണ്ട്. ജന ആധാർ കമ്പനിക്ക് 3 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട്. എന്നാൽ അവരുമായിട്ടല്ല കരാർ ഒപ്പിട്ടത്. 2022 മെയ് മാസം 7-ാം തീയതി കരാറിൽ ഒപ്പിട്ടത് ഡയറക്ടർ റോയൽ വെസ്റ്റേൺ പ്രൊജക്റ്റുമായിട്ടാണ്. അത് തന്നെ നിയമലംഘനമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അക്കാലത്ത് ഖരമാലിന്യ പ്രൊജക്റ്റുകൾ കേരളത്തിലെ വിവിധ നഗരപ്രദേശങ്ങളിൽ നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ ഒരു ഏകോപിതമായ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തു. പക്ഷേ അതിൻ്റെ പേരിൽ അന്നത്തെ മേയർ പരാതി നൽകി. കണ്ണൂർ കോർപ്പറേഷനെ സ്വതന്ത്രമായി കരാറുകാരനെ ഏൽപ്പിക്കാൻ അനുവാദം നൽകണം, കുറഞ്ഞ നിരക്കിൽ കരാർ നൽകാൻ കഴിയും. അതായിരുന്നു അന്നവർ പറഞ്ഞത്. കുറഞ്ഞ നിരക്കല്ല, തങ്ങളുടെ സ്വന്തക്കാരെ കരാറുകാരായി കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നു അത് എന്നത് ഞങ്ങൾ അന്ന് തന്നെ സൈറ്റിൽ പോയി അവിടെ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞതാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾ ഓർക്കുന്നുണ്ടാവും. ഖരമാലിന്യങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യാനാണ് ഈ കൺസോർഷ്യവുമായി ഉണ്ടാക്കിയ കരാർ. പക്ഷേ ഖരമാലിന്യങ്ങൾ അവിടെ തന്നെ മണ്ണിട്ട് മൂടുകയാണ് ചെയ്തത്. അത് മാധ്യമ സുഹൃത്തുക്കളിൽ അന്ന് കണ്ടതാണ്. അതിനുശേഷം അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. പ്രതിഷേധം ഉയർന്നു വന്നതിനെ തുടർന്ന് 12 മാസത്തെ കാലാവധിയാണ് കരാർ പ്രകാരം ഈ ഖരമാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ കരാറിൽ വ്യവസ്ഥ ചെയ്തത്. അതുപ്രകാരം 6/5/2023 ഇത് മുഴുവൻ നീക്കം ചെയ്യേണ്ടതാണ്. അവിടെ എത്രമാത്രം ഖരമാലിന്യമുണ്ട് എന്നത് NITയുടെ സാങ്കേതിക സഹായത്തോടുകൂടി കണ്ടെത്തിയിട്ടുണ്ട്. അന്ന് രേഖപ്പെടുത്തിയത് 1.23
ക്യൂബിക് മീറ്റർ മാലിന്യം അവിടെ ഉണ്ട് എന്നാണ് കണക്കാക്കിയത്. ഇതിനകം ഇവർ കോർപ്പറേഷനിൽ നിന്ന് വാങ്ങിയ തുക 2.63 കോടി ആണ്. NIT കൊണ്ട് തന്നെ വീണ്ടും എത്രമാത്രം ഖരമാലിന്യങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്തു എന്നത് പരിശോധിച്ചു. അവർ 2024 മാർച്ചിൽ നൽകിയ റിപ്പോർട്ട് പ്രകാരം കരാറുകാരൻ ആകെ നീക്കം ചെയ്ത മാലിന്യം 24,042 ക്യൂബിക് മീറ്ററാണ്. ആകെയുള്ളത് 1.23 ലക്ഷം ക്യൂബിക് മീറ്ററാണ്. അത് പ്രകാരം നൽകേണ്ട തുക ഒരു ക്യൂബിക് മീറ്ററിന് 640 രൂപ വീതം കണക്കാക്കിയാൽ 86.07 ലക്ഷം രൂപ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ നഗരസഭയുടെ ഒരു കണക്കുണ്ടതിൽ 358 രൂപ നിരക്കിൽ. അപ്പോൾ പിന്നെ ഈ 2.63 കോടി രൂപയാണ് കൊടുത്തതെങ്കിൽ അത് കൈപ്പറ്റിയവർ എന്ന് CAG കണ്ടെത്തിയിട്ടുണ്ട്. അധികം നൽകിയത് 1.77 കോടി രൂപയാണ്. അതിനെന്താ ചെയ്തതെന്നറിയോ നിങ്ങൾ? അതും CAG റിപ്പോർട്ട് പറയുന്നുണ്ട്. അവിടെ നിന്ന് നീക്കം ചെയ്ത കരമാലിന്യത്തിൻ്റെ ക്വാണ്ടിറ്റി 73,502 ക്യൂബിക് മീറ്ററാണ് എന്ന് അവിടെ ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എത്ര വലിയ തട്ടിപ്പാണ്! 400,000 ക്യൂബിക് മീറ്റർ നീക്കം ചെയ്യുക, 350,000 നീക്കം ചെയ്തു എന്ന് കള്ളരേഖയുണ്ടാക്കുക, എന്നിട്ട് ഏതാണ്ട് 1,00,000 ക്യൂബിക് മീറ്റർ അധികത്തിൻ്റെ കാശ് കൊടുക്കുക. ഇതുപോലൊരു തട്ടിപ്പ് കണ്ണൂർ കോർപ്പറേഷൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കല്ലാതെ മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല. 1.77 കോടി രൂപ അധികം നൽകിയിട്ട് അതിൻ്റെ വിഹിതം പറ്റിയത് ആരൊക്കെയാണ്? അതാണ് അവർ വ്യക്തമാക്കേണ്ടത്. CAGയുടെ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം, നഗരസഭ അധികൃതരുമായി നടത്തിയ സംയുക്ത സ്ഥല പരിശോധനയിൽ ഒരു സ്ക്രീനർ വിത്ത് കൺവേയർ ബെൽറ്റ് മാത്രമാണ് കരാറുകാരന് കൈമാറിയതായി സൈറ്റിൽ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ആകെയുള്ള ക്വാണ്ടിറ്റി കരമാലിന്യങ്ങൾ മുഴുവൻ ഇവരവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നുള്ള പ്രിൻസിപ്പൽ കരാർ നിൽക്കുമ്പോൾ ഇവർ സംയുക്തമായി പരിശോധന നടത്തിയിട്ട് പറഞ്ഞു ഇത്രയേ നിങ്ങൾ നീക്കണ്ടു. അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ബാക്കിയെല്ലാം മണ്ണിട്ട് മൂടാ, വലിയ പൈസയൊന്നും ചിലവാവില്ല. കരാറിൽ പറയുന്നത് എന്താ? വിവിധ തരം മാലിന്യം പൂർണ്ണമായി സൈറ്റിൽ നിന്ന് കൊണ്ടുപോയി ക്ലിയേർഡ് സൈറ്റ് ലെവൽ ചെയ്ത് നഗരസഭയെ തിരിച്ചേൽപ്പിക്കണമെന്നാണ്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റക്കാരുടെ മേൽ മാതൃകാപരമായ നടപടി സ്വീകരിക്കണം. കൗൺസിൽ യോഗത്തിലെ 18ാമത്തെ അജണ്ടയിൽ നിന്ന് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ കൗൺസിലർമാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർ ഈ അജണ്ട മാറ്റരുത് എന്നും നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് അത് മാറ്റിയത്? അത് ഈ നാടിനറിയണം. അതുകൊണ്ട് ജനങ്ങളുടെ പണമാണ് കോർപ്പറേഷൻ ഇത്തരത്തിൽ കരമാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള കരാറിലൂടെ തട്ടിയെടുക്കുന്നത്. 86 ലക്ഷം രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് 2.63 കോടി രൂപയാണ് കോർപ്പറേഷൻ കൊടുത്തത്. കരാർ മുഴുവൻ പണി പൂർത്തീകരിച്ച 7.65 കോടി രൂപയാണ് ഈ കമ്പനിക്ക് കിട്ടുക. അതിനെന്ത് ചെയ്തു? സംയുക്ത സ്ഥല പരിശോധന നടത്തിയിട്ട് ഇത്രയാണ് ഇത് നീക്കം ചെയ്തതായി കള്ളപ്രമാണം ഉണ്ടാക്കുക, എന്നിട്ട് ബാക്കിയെല്ലാം മണ്ണിട്ട് മൂടുക,
അതാണ് അവർ നടത്താൻ പോകുന്ന നീക്കം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടി വേണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. പരാതി കൊടുക്കും, അവിടുത്തെ കൗൺസിലർ തന്നെ കൊടുക്കും. നേരത്തെ ഒരു പരാതി പോയതാണ്. അന്നത്തെ മേയറുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു വലിയ അഴിമതിയാണ് എന്ന കാര്യത്തിൽ ആർക്കാ തർക്കം? അന്ന് തന്നെ ഞങ്ങളത് പറഞ്ഞതാണ്, ഞങ്ങളവിടെ പോയപ്പോൾ കണ്ടതാണ്. എല്ലാം മണ്ണിട്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോകാൻ കുറച്ച് സ്ഥലം അങ്ങോട്ട് എത്തിയപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പോകണ്ട, വല്ലാതെ ദുർഗന്ധമാണ് എന്ന് പറഞ്ഞതാണ്. ഞങ്ങൾ വിലക്കാൻ നോക്കിയതാണ്. പക്ഷേ ഞങ്ങളങ്ങോട്ട് പോയി. അപ്പോഴല്ലേ ഇത് മനസ്സിലാവുന്നത്. അങ്ങോട്ട് പോകുന്തോറും മണ്ണിട്ട് മൂടുന്നത് മനസ്സിലാക്കാൻ. അവിടുന്ന് നീക്കം ചെയ്ത്, അതാണ് കരാറിലെ വാചകമാണ് AGയുടെ റിപ്പോർട്ടിലുള്ളത്, ക്ലിയർ ചെയ്ത് തിരിച്ച് കോർപ്പറേഷനെ ഏൽപ്പിക്കണം. ഇതാണ്, അതിനാണ് 7.65 കോടി രൂപയുടെ കരാറ്. ഈ എംബുക്കിലൊക്കെ ഇങ്ങനെ രേഖപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കറക്ക് കമ്പനി തന്നെ. കോർപ്പറേഷൻ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിൽ അംഗങ്ങളുടെ പ്രതിനിധികളായി മേയറും ഭാരവാഹികളും മാറുന്നതിന് പകരം മേയറും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിരുന്നു അന്ന്. അതാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോഴത്തെ മേയർ നിസ്സഹായനാണ്. അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ, അദ്ദേഹം അഴിമതിക്കെതിരായി ഉറച്ച നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, അന്ന് ഈ കരാറുണ്ടാക്കിയ, ഞാൻ നേരത്തെ പറഞ്ഞു 2022 മെയ് മാസം 7-ാം തീയതി കരാറുണ്ടാക്കിയ അന്നത്തെ മേയറുടെ കൊള്ളരുതാത്ത നടപടികൾക്കെതിരെ അദ്ദേഹം തന്നെയാണ് വിജിലൻസിനെ സമീപിക്കേണ്ടത്. എന്താ സംശയം? എന്നിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്തു? ഗവൺമെൻറ് പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷന് സ്വമേധയാ കരാറുകാരെ തിരഞ്ഞെടുക്കാവുന്നതാണ്. അങ്ങനെയാണ് അവർ ടെൻഡർ ചെയ്ത്. ഇപ്പം ഗവൺമെൻറ് എന്തോ അവരിൽ നിന്ന് അധിക തുക ഈടാക്കാൻ പോകുന്നു, ഏതോ ഒരു കമ്പനിക്ക് ഇത് കൊടുക്കാൻ പോകുന്നു എന്നല്ലേ ആക്ഷേപം ഉയർന്നത്. ഗവൺമെൻറ് പറഞ്ഞു വേണ്ട, കണ്ണൂർ കോർപ്പറേഷൻ അവർ തന്നെ സ്വതന്ത്രമായി കരാറുകാരനെ തിരഞ്ഞെടുത്തോട്ടെ. ഒരു പ്രാദേശിക സർക്കാരാണ്, അതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷെ അവർ തിരഞ്ഞെടുത്തത് ഇങ്ങനെയൊരു അഴിമതി നടത്താനാണ് എന്ന് അന്ന് ആരും കരുതിയിട്ടില്ല. അത് അങ്ങനെയുള്ള ആക്ഷേപവും ഉയർന്നു വന്നിട്ടുണ്ട്. അതെല്ലാം അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരേണ്ട കാര്യമാണ്. കാരണം 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളത് ഈ 3 കമ്പനികളിൽ ഒരു കമ്പനിക്കാണ്. അപ്പോൾ കരാർ ഉണ്ടാക്കേണ്ടത് 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള കമ്പനിയുമായിട്ടായിരിക്കണം. പക്ഷേ ആ 3 വർഷത്തെ പ്രവൃത്തി പരിചയമില്ലാത്ത കമ്പനിയുമായിട്ടാണ് കരാറുണ്ടാക്കിയത്. ഓക്കെ, അല്ല, നിയമ നടപടികൾ സ്വീകരിക്കണം. ഒപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവാണല്ലോ അദ്ദേഹം, ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇപ്പം മേയർ അല്ലെങ്കിലും കൗൺസിൽ സ്ഥാനത്ത് നിന്നെങ്കിലും രാജിവെക്കണം. കാരണം ഒന്ന്, ഖരമാലിന്യം നീക്കം ചെയ്യുന്ന കരാർ; 2, ഈ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം ഉദ്ഘാടനം ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്. ഒരു മൾട്ടിയുമില്ല, ഒരു സിംഗിളും ഇല്ല. ഏതൊക്കെ ഒന്ന് ചെയ്യണ്ടേ? ഒരൊറ്റ കാറിനെയെങ്കിലും അവിടെ കയറ്റി വെച്ചൂടെ? ഒന്നുമില്ല. എത്ര പൈസയാ അത് സാമൂഹ്യ നഷ്ടമാക്കി മാറ്റിയത്. മറ്റൊന്ന്, ഇവിടുത്തെ ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റ്. അതോട് പൂർണ്ണമായി സഹകരിക്കുകയായിരുന്നു CPM-ഉം ഇടതുപക്ഷവും. കാരണം എന്താ? നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റായിട്ട് അത് മാറുമെന്നാണ് കരുതിയത്. അത് ഗവൺമെൻറ്റിൻ്റെ കൂടി സഹായത്തോടു കൂടി ആരംഭിച്ചതാണ്. പക്ഷേ എന്താ ഇപ്പോൾ നടക്കുന്നത്? അവിടത്തേക്ക് ആവശ്യമുള്ള ദ്രവമാലിന്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് റോഡാകെ വെട്ടിമുറിച്ചത്.
അതൊക്കെ കൊണ്ടുപോകാനുള്ള സംവിധാനമല്ലേ, അവിടത്തേക്ക് അതുവഴി ഒഴുകുന്നുണ്ടോ? അത് കോർപ്പറേഷൻ്റെ ഭാരവാഹികൾ പറയട്ടെ. എന്നാൽ വെട്ടിപ്പൊളിച്ച റോഡ് പുനഃസ്ഥാപിച്ചോ, ഗതാഗത യോഗ്യമാക്കിയോ? നമ്മളെ ഈ ഓഫീസിൻ്റെ മുമ്പിലുള്ള അതിലൂടെ പോകുന്ന റോഡ് നിങ്ങൾ നോക്ക്, അന്ന് വെട്ടിപ്പൊളിച്ചതല്ല. അപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ അതിൻ്റെ UDF ഭരണം തികഞ്ഞ പരാജയമാണ്. അതെ, അതിൽ വിജിലൻസിന് ആദ്യം പരാതി കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ബാക്കി എന്ത് നിയമപരമായി ചെയ്യാൻ പറ്റുമെന്നുള്ളത് അഭിഭാഷകരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കും ഉണ്ട്. അതുകൊണ്ട് കൂടിയാണ് AGയുടെ ഭാഗം 2 എന്ന പ്രധാന റിപ്പോർട്ടിൽ മുഖ്യ ക്രമക്കേടുകൾ എന്ന് പറഞ്ഞിട്ടാണ് വിവരിച്ചത്. കാരണം അത് അവർക്കും അറിയാം ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു അന്വേഷണത്തിന് ആവശ്യപ്പെട്ടത് ഞങ്ങളാണ്. അന്ന് പരാതിയൊക്കെ പോയതാണ്. അന്ന് ഞങ്ങൾ പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിച്ചത് കരമാലിന്യം നീക്കം ചെയ്യാതെ അവിടെ മണ്ണിട്ട് മൂടുകയാണ് ചെയ്തത്. എന്നിട്ട് കരാറുള്ള തുക തട്ടിയെടുക്കാനുള്ള നീക്കമാണ്. ഒരു ഇൻസ്റ്റാൾമെൻ്റ് അന്ന് കൊടുത്തിരുന്നു. ഇതിൽ AG പറയുന്ന 2 ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തിരിക്കുകയാണ് എന്നാണ്. അപ്പം അതുകൊണ്ട് അന്ന് തന്നെ ഇതിൽ കുറച്ച് ആക്ഷേപങ്ങൾ ഉയർന്നു വന്നതാണ്. ആ ആക്ഷേപങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണമാണ് ഇനി വേണ്ടത്. അതെന്തായാലും സമഗ്രമായ അന്വേഷണം നടക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, അതവർക്ക് ഏത് അന്വേഷണം ആവശ്യപ്പെടാനും അവകാശമുണ്ടല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഭർത്താവിൻ്റെ മരണമല്ല. അപ്പോൾ വിധവിയായ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ദുഃഖമുണ്ട്. അതിന് ഏത് അന്വേഷണം നടത്താനും അവർക്ക് ആവശ്യപ്പെടാം. തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ്. ഈ പ്രശാന്തൻ കൊടുത്ത പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഗൗരവമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അദ്ദേഹം നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഉറച്ചു നിൽക്കുമ്പോൾ അതിൽ വസ്തുത എന്താണെന്ന് ജനങ്ങൾക്കറിയണം. എന്നാൽ പൊതുവിൽ ജനങ്ങൾ കരുതുന്നത് ഇദ്ദേഹം ഒരു അഴിമതിക്കാരനല്ല എന്നാണ്. അതൊരു ഭാഗമുണ്ട്. മറ്റത് പ്രശാന്തൻ കൈക്കൂലി കൊടുത്തു എന്നുള്ളതിന് അദ്ദേഹത്തിനെ നയിക്കുന്ന ചില തെളിവുകളുമുണ്ട്. അത് അദ്ദേഹം പറയുന്നത് എന്നെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാതാണ്. അതുകൊണ്ട് അത് സമഗ്രമായ അന്വേഷണം നടത്തണം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അതിൽ വസ്തുതയുണ്ട്, ജനങ്ങൾക്കറിയണം. അല്ല, അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടല്ലോ, അത് ഞങ്ങളല്ലല്ലോ. ഞാൻ നുണ പറയുന്ന ആളല്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് എന്നതുകൊണ്ടാണല്ലോ നുണ പരിശോധനയ്ക്ക് നിയമ സംവിധാനത്തെ അവർ സമീപിക്കുന്നത്. അന്വേഷണമൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് അതിലൊന്നും വേറെ ആശങ്കയൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഒരു കുടുംബത്തിന് ഇതിനേക്കാൾ മെച്ചപ്പെട്ട അന്വേഷണം നടത്തുന്നതാണ്. പക്ഷേ CBI കൂട്ടിലിട്ട തത്തിയാണെന്നുള്ളത് ഈ അടുത്ത കാലത്ത് പോലും കോടതി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം കാണേണ്ട ഒരു കാര്യം, കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്തതാണ് വിജയനും മകനും. അത് കോൺഗ്രസിൻ്റെ നേതാക്കളായതുകൊണ്ടല്ലേ നമ്മളെ മാധ്യമങ്ങൾക്ക് മുഖ്യ വിഷയമാകാത്തത്. ഞാൻ ആ വിജയൻ്റെ മകനെ കാണാൻ പോയി. മൂത്ത മകനാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. എന്തെല്ലാം സങ്കടമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു MLA അടക്കമുള്ളവർ കേസിൽ പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്തിട്ട് കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ജാമ്യത്തിൽ വിട്ട അവരെ പേരിൽ എന്തെങ്കിലും നടപടിയെടുത്തോ? ഇത് കത്തെഴുതി വെച്ചിട്ടല്ലേ. എൻ്റെ മരണത്തിന് കാരണം ഇന്നയാളാണ് എന്ന് എഴുതി വെച്ചില്ലേ. IC ബാലകൃഷ്ണനും അപ്പച്ചനുമാണ് കാരണം എന്ന് പറഞ്ഞിട്ടില്ലേ? അതിൽ കൃത്യമായി പറഞ്ഞില്ലേ? ദിവ്യേന ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് പോലീസ് കേസെടുക്കുമ്പോൾ ഒരു ആത്മഹത്യാ കുറിപ്പുമില്ലല്ലോ. എന്നാലും അവർ നടത്തിയ പ്രസംഗം അതിൻ്റെ അവസാന ഭാഗം തെറ്റ് തന്നെ. പക്ഷേ ഇതിൽ ഒരു നടപടി എടുക്കണ്ടേ കോൺഗ്രസ്? പിന്നെ അങ്ങനെയാണ്. കോൺഗ്രസിൽ നിന്ന് ആരും നീതി പ്രതീക്ഷിക്കുന്നില്ല. കാഞ്ഞിരക്കുരുവിൽ നിന്നും മധുരം കിട്ടൂല. കോൺഗ്രസ് കാഞ്ഞിരക്കുരു പോലെയാണ്. അവർ ഈ കൊള്ളരുതായ്മകളെല്ലാം നടത്തും. പിന്നെ അത് നടത്താൻ അവർക്ക് നിങ്ങൾ വിട്ടുകൊടുക്കുകയാണ്. നിങ്ങൾക്കെങ്കിലും പറഞ്ഞുകൂടെ എന്നതാണ് എൻ്റെ ചോദ്യം മാധ്യമങ്ങളോട്. നിങ്ങൾക്കെങ്കിലും തുടർച്ചയായി പറഞ്ഞു. എൻ്റെ അമ്മോസ്, ആ ദിവ്യന് എത്ര മാസങ്ങളാണ്
നിങ്ങൾ കൊത്തി വലിച്ചത് ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുത്തോ? സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം വ്യക്തിഹത്യയാണ് ആ സ്ത്രീക്കെതിരായി നടത്തിയത്. അവൾക്കും ഇല്ലേ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി? ആ കുടുംബത്തിൻ്റെ സ്ഥിതി ആരെങ്കിലും നോക്കിയോ? തെറ്റ് തന്നെ. പക്ഷേ എന്ന് വിചാരിച്ച് ഇങ്ങനെ കുത്തിവലിക്കണോ? ഒപ്പം ഇപ്പുറത്ത് കാണിക്കുന്നത് എന്താ? കോൺഗ്രസ്സുകാർ കൊള്ളരുതായ്മ കാട്ടിയാൽ അത് MLA ആയാലും സംരക്ഷണം. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാറ്റിനും ഒരുപോലെ നിലപാട് സ്വീകരിക്കണം. അതൊന്നും പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അതൊന്നും ഒരു അർത്ഥമില്ല. അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ ഉദ്യോഗസ്ഥനെ പറ്റിയിട്ട് പൊതുവിൽ അഴിമതിക്കാരനാണെന്നുള്ള അഭിപ്രായമില്ല. എന്നാൽ കൈക്കൂലി കൊടുത്തിയാൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പം ഇതിലെ വസ്തുത എന്ത്? ഇതാണ് നാട് അറിയേണ്ടത്. അതും അന്വേഷിച്ചാൽ മനസ്സിലാവുമല്ലോ. നിങ്ങൾക്കറിയാലോ, കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആർക്കോ ഒരാൾക്ക് കൈക്കൂലി കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പല്ലേ? ഏത് കൈക്കൂലി വാങ്ങുന്ന ശീലമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി ആരിൽ നിന്നെങ്കിലും വാങ്ങിയിട്ടുണ്ട് എന്നത് സത്യമാണെങ്കിൽ ആ പൈസ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാവുമെന്ന് ഉറപ്പല്ലേ? അപ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആർക്കാണ് കൊടുത്തത്? അത് ഞാൻ പറഞ്ഞല്ലോ, വിജയൻ്റെയും മകൻ്റെയും ആത്മഹത്യ കോൺഗ്രസ് ആയതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദികളെ കണ്ടെത്താത്ത മാധ്യമ പ്രവർത്തകർക്ക് അന്വേഷണാത്മകമായ മാധ്യമ പ്രവർത്തനം ഇല്ലല്ലോ. അല്ല, മാധ്യമ പ്രവർത്തകന്മാരുടെ ഗവേഷണ പ്രവർത്തനം ഒന്ന് വിജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ എന്നത് ആദ്യം തെളിയണം. ഇദ്ദേഹത്തെ പറ്റി അങ്ങനെ കൈക്കൂലി വാങ്ങുന്ന ആളല്ല എന്ന അഭിപ്രായവും ഉണ്ട്. വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആർക്കാണ് കൊടുത്തത് അത് കണ്ടെത്തുകയും ചെയ്യും. ഓക്കെ. അല്ല, ഒരുക്കങ്ങൾ പൂർണ്ണമായി. അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ. അല്ല, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, അത് സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർണ്ണമായി. സമ്മേളനം നല്ല വിജയമാവും. തളിപ്പറമ്പിൽ 30 വർഷം മുമ്പാണ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടന്നത്. എന്നാൽ ഇന്ന് ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി തളിപ്പറമ്പിലെ പാർട്ടി പ്രവർത്തകരും ബഹുജനങ്ങളാകെയും ആവേശത്തിലാണ് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി. അതുകൊണ്ടാണ് അവിടെ 36 അനുബന്ധ പരിപാടികൾ നടന്നത്. പാർട്ടിക്ക് അവിടെയുള്ള ലോക്കൽ ഘടകങ്ങൾ 15ആണ്. പക്ഷെ 36 അനുബന്ധ പരിപാടികളാണ് നടന്നത്. ഓരോന്നും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയം എന്ന് പറയുമ്പോൾ മറ്റു ശ്രദ്ധേയമല്ലാതല്ല, എല്ലാം ശ്രദ്ധേയമാണ്. വിമുക്ത ഭടന്മാരുടെ ആദരമാണ്. തളിപ്പറമ്പിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തത്. എല്ലാ രാഷ്ട്രീയത്തിലും പെട്ട വിമുക്ത ഭടന്മാർ വന്നു. അവർ വന്നിട്ട് പറഞ്ഞു, രാഷ്ട്രീയ പാർട്ടി ആദ്യമായിട്ടാണ് വിമുക്ത ഭടന്മാരെ ആദരിക്കുന്നത്. അതുമുതൽ താഴെ CPIM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിവ്യൂ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തി. അത് ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുക. അതുകൊണ്ടാണ് എന്തുകൊണ്ട് CPIM എന്ന വിഷയം അടിസ്ഥാനമാക്കി ഒരു സ്ലൈഡുകളുടെ സഹായത്തോടുകൂടി പവർ പോയിൻ്റ് പ്രസൻറ്റേഷനും വീഡിയോ ഇത് രണ്ടും അവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. അത് കണ്ണൂർ ജില്ലയിലെ 4200-ലേറെ പാർട്ടി ബ്രാഞ്ചുകളിൽ നടന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാ പരിപാടികളും അവിടെ നന്നായി വിജയിച്ചിട്ടുണ്ട്. 31-ാം തീയതി നാളെ വൈകുന്നേരം 6 മണിയാവുമ്പോൾ ഉണ്ടപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യേകം സജ്ജമാക്കിയ സീതാറാം യെച്ചൂരി നഗറിൽ പാർട്ടിയുടെ പതാക സ്വാഗത സംഘം ചെയർമാൻ TK ഗോവിന്ദൻ മാസ്റ്റർ ഉയർത്തുന്നതോടുകൂടി സമ്മേളന പ്രവർത്തനങ്ങൾ ആരംഭിക്കും. 1-ാം തീയതി രാവിലെ 9:30 തന്നെ സമ്മേളനം ഉദ്ഘാടന നടപടികൾ ആരംഭിക്കും. 9 മണിക്ക് പ്രതിനിധികളെല്ലാം എത്തിച്ചേരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. PB കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ 13 പേർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. അതിനു പുറമെ 496 ഏരിയ സമ്മേളനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും
ജില്ലാ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. പൊതുസമ്മേളനം 3-ാം തീയതി വൈകുന്നേരമാണ്. 2:30 മണിക്ക് വളണ്ടിയർ പരേഡ് ആരംഭിക്കും. അക്കിപ്പറമ്പ് അവിടെയുള്ള ചിറവക്ക് സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്നും കാക്കാത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുമാണ് 2ആയി വളണ്ടിയർ പരേഡ് ആരംഭിക്കും. ഒന്നിച്ച് മൂവ് ചെയ്യും. അങ്ങനെ ഒരു ഭാഗം ഗതാഗതത്തിന് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് വളണ്ടിയർ പരേഡ് പൊതുസമ്മേളന നഗരിയിലെത്തിയാൽ പൊതുസമ്മേളനം ആരംഭിക്കും. അല്ല, കണ്ണൂർ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാർട്ടി അംഗങ്ങളും ബഹുജന സംഘടനാ അംഗസംഖ്യയും അതോടൊപ്പം വിവിധ തെരഞ്ഞെടുപ്പുകളിലെ മുന്നേറ്റവും കണക്കിലെടുത്താൽ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റാണ്. 4421 ബ്രാഞ്ചുകളും 439 ലോക്കൽ കമ്മിറ്റികളും 18 ഏരിയ കമ്മിറ്റികളിലുമായി 65,550 പാർട്ടി അംഗങ്ങൾ ജില്ലയിലുണ്ട്. 29.51 ലക്ഷം വർഗഭൂജന സംഘടനകൾ അംഗങ്ങൾ 7 പ്രധാനപ്പെട്ട സംഘടനകളിലുണ്ട്. അതിനു പുറമേ മറ്റ് സംഘടനകളിലും ഉള്ളവരുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും 50% വോട്ട് ജില്ലയിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. വോട്ട് മാത്രമല്ല, നിയമസഭയിൽ 11-ൽ 9 സീറ്റും ഇടതുപക്ഷമാണ് വിജയിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 71 ഗ്രാമപഞ്ചായത്തിൽ 55ഉം ഇടതുപക്ഷമാണ്, 1 തുല്യമാണ്. 11 ബ്ലോക്ക് പഞ്ചായത്തിൽ 10ഉം ഇടതുപക്ഷമാണ്. 9 മുനിസിപ്പാലിറ്റികളിൽ 6ഉം ഇടതുപക്ഷമാണ്. ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷമാണ്. ഇങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 77% ഇടതുപക്ഷമാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുള്ളത്. അതോടൊപ്പം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ആ തിരിച്ചടി ഞങ്ങൾ കാണാതിരിക്കുന്നില്ല. ആ തിരിച്ചടി ഗൗരവമായിട്ടാണ് പാർട്ടി പരിശോധിച്ചത്. ആ തിരിച്ചടിയുടെ കാരണങ്ങൾ അന്ന് തന്നെ കണ്ടെത്തിയതാണ്. അത് പരിഹരിക്കാനുള്ള പദ്ധതികൾ ഈ സമ്മേളനം രൂപം കൊടുക്കും. നേരത്തെ ചില പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ കർമ്മ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത് മൂലമാണ്, തിരിച്ചടിയിൽ നിന്ന് പാഠം പഠിച്ച് തിരിച്ചു വരാനുള്ള പ്രവർത്തനം നടത്തുന്നത് കൊണ്ടാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിൻ്റെ കണക്ക് പ്രകാരം തോൽക്കേണ്ട വാർഡുകളിൽ ജയിച്ചത്. അതും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടും ഭൂരിപക്ഷവും നേടിയിട്ടാണ് വിജയിച്ചത്. അതുകൊണ്ട് ഒരു ഭാഗത്ത് നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട്. പെൻഷൻ സമയത്തിന് കൊടുക്കാൻ കഴിയാത്തത്, അതിന് കാരണം കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയത്. അവരുടെ സാമ്പത്തിക ഉപരോധത്തിനെതിരായി കോടതിയിൽ പോയി. കോടതി അവസാനം കടം വാങ്ങാൻ അനുമതി നൽകി. ആ ഉത്തരവ് വരുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾ ആ പെൻഷൻ കൊടുത്തു. ഇതാണ് നാട്ടുകാരെ പറ്റിച്ചിട്ടില്ല. അല്ല, അത് ജനങ്ങളെ മനസ്സിൽ സമയത്തിന് കിട്ടിയില്ലല്ലോ എന്നതാണ്. ഇത് ചെറിയ പൈസയല്ല. പണ്ടത്തെ ആൻ്റണി കൊടുത്ത 100 റുപ്യല്ല, 1600 റുപ്യ. 1600 റുപ്യക്ക് ആ പാവപ്പെട്ട നാണിയെടുത്തിയും മാധുവെടുത്തിയും ഒക്കെ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ച പണം. അത് സമയത്തിന് കിട്ടാതിരുന്നത് അവരുടെ മനസ്സിൽ, ഇടതുപക്ഷം സമയത്ത് തരുന്നതാണല്ലോ, തന്നില്ലല്ലോ, ഇതവരെ മനസ്സിൽ ബാധിച്ചിട്ടുണ്ട്. ഇതേ ഞങ്ങൾ പറഞ്ഞത് തുറന്നു പറഞ്ഞു. നാണിയെടുത്തിയോട് മാധുവെടുത്തിയോട് നമ്മളിപ്പോൾ പറഞ്ഞു, ഇതാ ഇപ്പം മാസം തോറും തരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, തരുന്നു. ഇനി അവർ വീണ്ടും ഉപരോധം വേറെ രീതിയിൽ കൊണ്ടുവരും. അത് കൺസോർഷ്യം ഉണ്ടാക്കിയ പൈസയാണ് അവർ തടഞ്ഞു വെച്ചേ കേട്ടാ. ദേശീയപാതക്ക് 5500 കോടി റുപ്യ കേരളം കൊടുത്തതുപോലെ ഇന്ത്യയിൽ ആരെങ്കിലും കൊടുത്തില്ല. അത് കൊടുത്തതെല്ലാം കിഫ്ബിയിലുള്ള ഫണ്ടല്ലേ. അവരിപ്പം പറയുന്ന കിഫ്ബിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അവർ ചെയ്തതാണ് നടപടിയെങ്കിലും നാട്ടുകാർ ഇടതുപക്ഷം
എന്തോ പെൻഷൻ കൊടുക്കാതിരുന്നു എന്നുള്ള ചിന്ത വന്നു. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, രാഷ്ട്രീയമായി, ഭരണപരമായി, സംഘടനാപരമായി തിരുത്തലുകൾ വരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പോവുകയാണ്. പോലീസിൻ്റെ അടുക്ക് അങ്ങനെ പറയാൻ കഴിയുന്ന ഒന്നുമില്ല. പോലീസിൻ്റെ അടുക്ക വീഴ്ച എന്ന് പറയണമെങ്കിൽ പോലീസ് വേണ്ടാത്തീനം കാണിക്കണ്ടേ. ഏതെങ്കിലും ഒറ്റപ്പെട്ട എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതിന് തക്കതായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുകയും ചെയ്യും. പോലീസിൻ്റെ നയമല്ലേ ഒരു ജനപക്ഷ പോലീസിങ് എന്ന് പറയുന്ന നയം. അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. പാർട്ടി ഇപ്പോൾ ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇന്ന സ്ഥലത്ത്, അന്ന് പാർട്ടി എന്നോട് പറഞ്ഞ് തിരുവനന്തപുരത്ത് പോയിട്ട് പണിയെടുക്കണം, അന്ന് ഒരു നയാ പൈസയും പ്രതിഫലം വാങ്ങാതെ ആടെ 2 കൊല്ലം നിന്നു. അതേ പാർട്ടി പറഞ്ഞ് കണ്ണൂർ വരണം, കണ്ണൂർ വന്നു. ഇനി ഇവിടുന്ന് മാറണമെന്ന് പാർട്ടി പറഞ്ഞാൽ മാറും. അത്ര തന്നെ. ഇതെന്താ, കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഏടെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാലും പ്രവർത്തിക്കും. ഏത്, നമ്മുടെ മനസ്സിൽ നിറയെ മാർക്സിസ്റ്റ് ആശയങ്ങളാണ്, അല്ലാതെ അതിൻ്റെ അകത്ത് ഒരു തട്ടിപ്പ് പൊട്ടിപ്പോയില്ല. ഈ കോർപ്പറേഷൻകാർ കാണിക്കുന്ന മാതിരി ഒരു നയാ പൈസയുടെ എന്തെങ്കിലും ഒരു ധനമോഹം ഉണ്ടായിട്ട് പാർട്ടി പ്രവർത്തിക്കുന്നവരല്ല. അതുകൊണ്ട് അതൊന്നും ഞങ്ങളുടെ മനസ്സിൽ ബാധിക്കുന്നതല്ല. ഇനി സമ്മേളനത്തിൽ തിരഞ്ഞെടുത്താലും ഇല്ലെങ്കിലും ഞങ്ങളുടെ അജണ്ട തന്നെ തിരഞ്ഞെടുപ്പാണ്. ഇനി ജയരാജൻ വേണമെന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും അതൊന്നും ജയരാജനെ ബാധിക്കുന്നതോ പാർട്ടിക്ക് ദോഷകരമായി വരുന്നതോ അല്ല. അതിന് ജയരാജനേക്കാൾ മിടുക്കനായ ഒരാളെ തിരഞ്ഞെടുക്കും പാർട്ടി. അതിലൊന്നും ഭയപ്പെടേണ്ടത്. എല്ലാം പരിഗണിക്കും. മുതിർന്നവരുടെ അനുഭവ കരുത്തും ചെറുപ്പക്കാരുടെ യൗവന പ്രസരിപ്പും, ഇത് രണ്ടും ചേർന്നാണ് പാർട്ടി. KP സഹദേവർ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പ്രായം എത്രയായും? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ട്രേഡ് യൂണിയൻ്റെ ലീഡറല്ലേ. അതേ ഏത് പ്രവർത്തനത്തിലാണ് പങ്കെടുക്കാത്തത്? അദ്ദേഹത്തിൻ്റെ പ്രായത്തിലൊന്നും ഞങ്ങളെത്തൂല, അത് വേറൊരു കാര്യം. അപ്പോൾ പ്രായമുള്ളവരുടെ അനുഭവ കരുത്തും ചെറുപ്പക്കാരുടെ യുവത്വത്തിൻ്റെ പ്രവർത്തിക്കാനുള്ള ചൈതന്യവും, ഇത് രണ്ടും ചേരുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ. അതാണ് നമ്മുടെ TS തിരുമുമ്പ് പണ്ട് പാടിയത്. തല നരക്കുകയല്ലെൻ്റെ വാർദ്ധക്യം, തല നരക്കാത്തതല്ലെൻ്റെ യൗവനം. പിന്നെയോ എന്താ യൗവനം? KP സഹദേവൻ്റെ യൗവനം എന്താ? കൊടിയ ദുഷ്പ്രഭുത്വത്തിന് തിരുമുമ്പിൽ മുട്ടുമടക്കാത്ത ശീലമാണ് എൻ യൗവനം. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് യുവത്വം എന്ന് പറയുന്നത് ഈ തലമുടി നോക്കിയിട്ടല്ല. അയ്യോ, ഞാൻ തലമുടി മുഴുവൻ നരച്ചില്ലേ? അല്ല, ടേമൊന്നും ഒരു പ്രശ്നമല്ല നമുക്ക്. ടേം കഴിഞ്ഞാൽ മാറും എന്നുള്ളത് ഭരണഘടനാപരമായ വ്യവസ്ഥ. ടേം പൂർണ്ണമാകാതെയും മാറണമെന്ന് തീരുമാനിച്ചാൽ മാറും, അത്രയല്ല. അത് പാർട്ടിയാണ് തീരുമാനിക്കുക, അത് ജയരാജൻ എന്ന വ്യക്തിയല്ല. അത്രയേ ഉള്ളൂ. നോക്കട്ടെ, അത് ചിലരെല്ലാം പറയുന്നുണ്ട്.